കല്ല് വിരിച്ച് ഗാർഡനിങ് ചെയ്ത് പുല്ല് വെച്ച് എല്ലാം ചെയ്തു തരുന്ന ഒരു ഫേമിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ഏതൊക്കെ സ്റ്റോൺസ് സാധാരണ യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത്? ഇതിനകത്ത് തട്ടിപ്പുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. റേറ്റ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ്. റേറ്റ് വളരെ കുറവാണ്. നേപ്പാൾ ഗ്രാസിന്റെ എങ്ങനെയാണ് നമ്മുടെ വർക്ക് വരിക? പുല്ല് വെച്ചിട്ടുള്ള റേറ്റ് ആണോ നമ്മൾ പറഞ്ഞത്? അതെ അതെ, ഇൻഡോർ കോബിൾ ആണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഡിറ്റെക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അടി കാണാൻ പറ്റും, ബ്ലാക്ക് ഇത് കാണാൻ പറ്റുന്ന ടൈപ്പ്. നമസ്കാരം. ഒരു സിനിമയിൽ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ, പച്ചപ്പ് ഹരിതാവ ഊഷ്മളത എന്നൊക്കെ പറഞ്ഞിട്ട്? എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ പേര് നമ്മുടെ നിവിൻ പോളിയുടെ ഏതോ ഒരു പടമാണ്. അതിൽ പറയുന്നതാണ് ഈ പച്ചപ്പ് ഹരിതാവ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര കുളിർമയാണ്, മഴയൊക്കെ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പച്ചപ്പൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വീടിൻ്റെ ആംബിയൻസിനെ എത്രമാത്രം ഹൈലൈറ്റ് ചെയ്യും എന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഒരു വീട്ടിലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഔട്ട് ആൻഡ് ഔട്ട്. നമ്മൾ വീഡിയോ ചെയ്ത സമയത്തൊക്കെ കല്ല് ചെയ്യുന്ന ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ പുല്ല്, അവർ തന്നെ പുല്ല് വെച്ച് തരുമോ, ചെടികളൊക്കെ വെച്ച് തരുമോ, ഗാർഡനിങ് ചെയ്തു തരുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനെ നമ്മുടെ കല്ല് വിരിച്ച് ഗാർഡനിങ് ചെയ്ത് പുല്ല് വെച്ച് എല്ലാം ചെയ്തു തരുന്ന ഒരു ഫേമിനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗ്രീൻ ഗ്ലോബൽ. എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും, അത് ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക്കലി എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വീട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ഇവർ ചെയ്തു തരും. അതിൻ്റെ മാനേജിങ് പാർട്ണറാണ് എൻ്റെ ഇപ്പോൾ റോബിൻ ബ്രോ. ഹായ്, നമസ്കാരം. നമസ്കാരം. ആക്ച്വലി ഞാൻ പറയായിരുന്നേ, എല്ലാം കൂടെ ഒരു കൂടെ കഴിയും അല്ലേ? അതെ അതെ, ലാൻഡ്സ്കേപ്പ് ചെയ്യും, ഗാർഡനിങ് ഉൾപ്പെടെയുള്ള ചെടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മുടെ ഫാം എവിടെയാണ് വരിക? കാലടിയിലാണ്. കാലടിയിൽ. ഓക്കെ. എവിടെ? പെരുമ്പാവൂര് കാലടി. പെരുമ്പാവൂർ അങ്കമാലി റോഡിൽ കാലടിയിലാണ് നമ്മുടെ ഫേം വരുന്നത്. ഒക്കൽ എന്ന് പറയുന്ന ആ പോസ്റ്റിന്റെ അടുത്ത് ഞാൻ കണ്ടിരുന്നു, അതുകൊണ്ടാണ് പറയാൻ കാര്യം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനും നമ്പറും ഒക്കെ ഉൾപ്പെടെ ഇട്ടേക്കാം. നേരിട്ട് നിങ്ങൾക്ക് വിളിച്ച് അല്ലെ ചെന്ന് പോയി കാണാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എന്താണ് ഗ്രീൻ ഗ്ലോബൽ? ഗ്രീൻ ഗ്ലോബൽ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പിംഗിന്റെ ഫുൾ സൊല്യൂഷൻ ആണ്. അതായത് സാധാരണ മിക്ക ആളുകളും സ്റ്റോൺ സെപ്പറേറ്റ്, പേവർ ടൈൽ സെപ്പറേറ്റ്, പിന്നെ അതിന്റെ ഗ്രീനറി വരുന്നതല്ല, ഇപ്പോൾ ഗ്രാസ്, ചെടികൾ, ഇതെല്ലാം കൂടി ഒറ്റ കുടക്കീഴിൽ നമ്മൾ എക്സ്റ്റീരിയർ ഒരു എല്ലാം കൂടി വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ചെയ്യുന്നത്. അതായത് ഒരു എക്സ്റ്റീരിയർ ലാൻഡ്സ്കേപ്പിംഗ് സൊല്യൂഷൻ എന്ന് വേണം പറയാൻ. അതാണ് കറക്റ്റ്. ഔട്ട് ആൻഡ് ഔട്ട് നമ്മൾ കൊടുക്കും. അതെ അതെ. ശരി, നമുക്ക് ആദ്യം കല്ലിലേക്ക് വരാം. കല്ലിനെ കുറിച്ച് നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മളൊരു ഫേമിനെ പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പറയണല്ലോ എന്ന് വെച്ചിട്ടാണ് ചോദിക്കുക. ഇപ്പോൾ കല്ലിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഏതൊക്കെ സ്റ്റോൺസ് സാധാരണ യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത്? ബാംഗ്ലൂർ സ്റ്റോൺ ആണ് കൂടുതലും സ്റ്റോൺ എന്നുള്ള രീതിയിൽ. കാരണം നാച്ചുറൽ സ്റ്റോണിൽ ഇപ്പോൾ ട്രെൻഡിങ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്നതെല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയാണ്. ഇപ്പോൾ ഡിസൈൻ വൈസ് നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ, അല്ലെങ്കിൽ കുറച്ച് ലൈഫ് ലോങ് എല്ലാം കിട്ടുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയാണ്. ഇതിൽ അന്നേരം സൈസ് എങ്ങനെയാണ് വ്യത്യാസം വരിക? അതിൽ 1/1 ആണ് ഏറ്റവും ചെറിയ സൈസ് വരുന്നത്. പിന്നെ 2/1, 2/2, 3/2, 4/2. ഇനി കസ്റ്റമൈസ്, ഇനിയിപ്പോൾ കസ്റ്റമർ പറയുകയാണെങ്കിൽ നമുക്കൊരു സൈസ് കസ്റ്റമൈസ് ചെയ്യണം, ഏറ്റവും വലിയ സൈസിലേക്ക് വേണമെന്ന് പറഞ്ഞാൽ അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും വലുത് ഏത് സൈസാണ് വരിക? 4/2 വരെയാണ് നമുക്ക് സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്നത്. അതുവരെ നമുക്ക് കിട്ടും. കിട്ടും, അവൈലബിൾ ആണ്. അതായത് വലിയ സ്ലാബായിട്ടും കൊടുക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അല്ലെ ഫിക്സ് ചെയ്യുന്നത് ആ ഡിസൈനൊക്കെ അനുസരിച്ചിട്ടാണോ മാറുക? അതായത് ഇപ്പൊ ഓരോ വീടിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഓരോ വീടിന്റെ മുറ്റത്തിന് പല ടൈപ്പ് വലിപ്പങ്ങളായിരിക്കുമല്ലോ. ചിലതിങ്ങനെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും, ചിലതിങ്ങനെ വിട്ടായിരിക്കും കൂടുതൽ. അപ്പൊ നമ്മുടെ ഭാഗത്ത് ഒരു സജഷൻ ആ സൈറ്റ് കാണുമ്പോൾ തന്നെ അവരോട് പറയും. ഇപ്പൊ ചിലർക്ക് കസ്റ്റമേഴ്സിന് അവർക്ക് അവരുടെ ഒരു ഐഡിയ ഉണ്ടാവും, ഞങ്ങൾക്ക് ഇന്നൊരു ടൈപ്പ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് അത് ആ മുറ്റത്തിന് മാച്ചിങ് ആണെങ്കിൽ നമ്മൾ അത് തന്നെ സജസ്റ്റ് ചെയ്യും കൊടുക്കുന്നത്. അതെ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതാ ഒരു എന്താ പറയുക 3/2 ആണ്, ഒരേ സൈസ്, അതേസമയം അൺഈവൻ ആയിട്ടുള്ള ആ ഒരു ഫിക്സേഷൻ മാത്രം കൊടുത്തിട്ടുണ്ട്. അതെ അതെ. അതിൽ നമ്മൾ പറഞ്ഞോട്ടെ, ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ഗ്രാസ് വെച്ചിരിക്കുന്ന ഏരിയ മാക്സിമം കുറഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് 3/2 നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ഈ ഇപ്പുറത്തേക്ക് തിരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, വെർട്ടിക്കലായിട്ട് ചെയ്തിരിക്കണം അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഗ്രാസിന്റെ എണ്ണം, ഈ ലൈൻസ് എല്ലാം കുറവായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അവരുടെ ആവശ്യം അതുമ്പോൾ ക്ലിയർ ആയി. അതായത് നമുക്കൊരു കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചോ വെക്കാതോ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് പലപ്പോഴും ആൾക്കാർ, എനിക്ക് അറിയുന്ന എൻ്റെ ഒരു അടുത്ത ബന്ധു, അദ്ദേഹം ചെയ്ത സമയത്ത് നമ്മുടെ അടുത്തുള്ള ഒരു ഫാം ആയിരുന്നു അത് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, എടാ എനിക്കത് കബളിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാനത് കണ്ടിട്ടുമില്ല.
അതിനൊരു പ്രധാന സംഗതി ഇതിന്റെ സൈസ് വേരിയേഷൻ ഒക്കെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് അൺഈവൻ സൈസുകൾ, പറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഹൈ ആയിരുന്നു, അതേസമയം ആ സൈസിൽ വന്ന വേരിയേഷൻ. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ഒരു സംഗതി വരിക? ഇതിനകത്ത് തട്ടിപ്പുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ട് ചോദിക്കാം. അത് കസ്റ്റമർക്ക് എപ്പോഴും സ്റ്റോൺ പർച്ചേസ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ എപ്പോഴും മൊത്തമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേമിനെ ഏൽപ്പിക്കുന്നതാണ്. അതായത് ഒരു ഫൈനൽ കൊട്ടേഷൻ ബേസിൽ. അതെ, കാരണം കസ്റ്റമർ ഒരു 5 രൂപ കുറച്ച് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കാം അവർ ഈ സ്റ്റോൺ പർച്ചേസ് ചെയ്തിട്ട് അത് ഏൽപ്പിക്കുന്നത്. പക്ഷെ പറ്റിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല ഈ വർക്ക് ചെയ്യുന്നെങ്കിൽ എപ്പോഴും അവർക്ക് അത് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ അത് പല രീതിയിലും കബളിപ്പിക്കപ്പെടാം. അതായത് സ്റ്റോൺ വാങ്ങിക്കുമ്പോൾ അതിന്റെ സൈസ് ചിലപ്പോൾ ഓരോ ഇഞ്ച് സൈഡിൽ കുറവുണ്ടാവും. അപ്പോൾ ടോട്ടൽ പർച്ചേസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി കുറവായിരിക്കും സ്റ്റോണിന്റെ, അതായിരിക്കും അവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് അല്ലേ? പുള്ളിക്ക് റേറ്റിലൊക്കെ ഭയങ്കര റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇതിനകത്ത് തന്നെ ഒരുപാട് വേരിയേഷൻസ് വരുന്നില്ല. അതായത് ഫ്ലെയിംഡ് ഫിനിഷ് അങ്ങനെയൊക്കെ വരുന്നില്ലേ? അതിന്റെ എങ്ങനെയാ അതിന്റെ ചേഞ്ച് വരുന്നത്? അതായത് ഇതിനകത്ത് ഇതിന് ടോപ്പ് ഫിനിഷ് വരുന്നത് 2 ടൈപ്പിലാണ്. ഒന്ന് നാച്ചുറൽ സർഫസ് വരുന്നത്, ഇപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്ലെയിംഡ് സർഫസ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഐറ്റം ആണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ നാച്ചുറൽ സർഫസിന് എപ്പോഴും അതിന്റെ ടോപ്പ് സൈഡ് ചെളിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ ഫ്ലെയിമിഡിന് വളരെ ഈസി ക്ലീനിങ് ആണ്. പിന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അതിന്റെ ഒരു ഓസ് വെച്ച് ഈസി ക്ലീൻ അല്ലേ? ഒരു പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് എടുക്കാവുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഞാനൊരു ചെറിയ കാര്യം ഇതിനകത്ത് ചോദിക്കാം. ഇപ്പൊ പല ആൾക്കാർ ഇത് ചെയ്യുന്നവരുണ്ട്, എനിക്കറിയാം. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ടാണ് അതായത് നമ്മളെ ഓക്കെ, ഞാൻ ആദ്യം പറയാം അതിന്റെ ഒരു റേറ്റ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ്. പല കസ്റ്റമേഴ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ റേറ്റ് വളരെ കുറവാണ്, വർക്കിന്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ റേറ്റ് എത്രയാണെന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു എനിക്ക് ഏകദേശം ഇൻ ബിറ്റ്വീൻ പറഞ്ഞാൽ ഓക്കെ, ഒരു 134 to 160 വരെയാണ് അതിന്റെ റേറ്റ് വരുന്നത്. അത് ഏതൊക്കെ ജില്ലകളിലൂടെയാണ് പറഞ്ഞത്? നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഓൾ കേരള ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. എറണാകുളം ജില്ല, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, തൃശ്ശൂർ, പിന്നെ പാലക്കാട്, ഈ 6 ജില്ലകളിൽ മാത്രമാണ് നമ്മുടെ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് ചെയ്യാൻ പറ്റുന്ന സൈറ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയിൽ ചെയ്യാന്നുള്ളതാണ്. യെസ്. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് നോർമലി നമുക്ക് ഇവിടെ ഈ റേറ്റിനകത്ത് നമുക്ക് നിൽക്കും. അതെ, 4 to 160 വരെ നിയർ ബൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു സൈസ് ഒക്കെ അനുസരിച്ചിട്ടാണോ അത് മാറുക? അത് ഡിപ്പെൻസ് ഓൺ സൈറ്റ് ആണ്. അതായത് ചില സൈറ്റിൽ വലിയ ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പൊ നമ്മുടെ വലിയ വണ്ടി വരുമ്പോൾ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എല്ലാം വെച്ചിട്ട് ഒരുപാട് കുറവായിരിക്കും. ചെറിയ സൈറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് റേറ്റ് വ്യത്യാസം വരികയും ചെയ്യും. ഈ നാച്ചുറൽ ഗ്രാസ്, ആർട്ടിഫിഷ്യൽ ഗ്രാസിനെ കുറിച്ച് നമുക്ക് പുറകെ പറയാം. എനിക്ക് തോന്നുന്നു വിപിൻ ബ്രോ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ നാച്ചുറൽ ഗ്രാസ്, ഇപ്പൊ ഞാൻ എന്റെ വീട്ടില് ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെക്കാൻ പ്ലാൻ ഇട്ടിട്ട് അത് ഒഴിവാക്കിയ ഒരാളാണ്. വേറൊന്നുമല്ല ഇത് ഇങ്ങനെ ഈ പ്ലെയിൻ ആയിട്ട് ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനൊരു ഭംഗി തോന്നി. മഴയൊക്കെ പെയ്ത് കിടക്കുന്നത് ഒരു രസം തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കി. പക്ഷെ എനിക്ക് വെള്ളം ഇറങ്ങാനായിട്ട് അതുപോലെ കിണർ ഏരിയയിലൊക്കെ ഞാൻ കൊടുത്തിരിക്കുന്നത് സെയിം പേൾ ഗ്രാസ് തന്നെയായിരുന്നു ഞാൻ അവിടെ ചെയ്തത്. ഇത് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പേൾ ഗ്രാസിന്റെ എങ്ങനെയാണ് നമ്മുടെ വർക്ക് വരിക? അതായത് മിക്ക ആൾക്കാരും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും ട്രെൻഡിങ് നമ്പർ 1 എന്ന് പറയാവുന്ന സാധനം പേൾ ഗ്രാസ് തന്നെയാണ്. ഒരുപാട് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്, പ്രശ്നങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പേൾ ഗ്രാസിന് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ഭയങ്കര കുറവാണ്. പിന്നെ ഇതിൽ കള വരുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. പേൾ ഗ്രാസിനെ കുറവാണ്. പിന്നെ ഇത് കട്ട് ചെയ്യേണ്ടി വരുന്നത് വളരെ മറ്റേതിനെ അപേക്ഷിച്ച്, അതായത് മെക്സിക്കൻ ഗ്രാസിനെ അപേക്ഷിച്ച് ഇരട്ടി കോസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ. അതെ. അപ്പൊ അതിന് കോസ്റ്റ് കൂടുതലാണ്, പെട്ടെന്ന് അതിന്റെ ഗ്രോ ഉണ്ടാവും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് കട്ടിങ് എല്ലാം വളരെ ഈസിയാണ്. ഒരു 6 മാസത്തിൽ 2 പ്രാവശ്യം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കിടന്നോളും. കള വരുന്നത് കുറവ് തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളിപ്പോ ചെയ്തു കൊടുക്കുന്നുണ്ട് ഫുൾ ത്രോട്ട് ആയിട്ട്. ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് ചോദിക്കേണ്ടത്, ഇപ്പൊ പലരും ഇതിനെ ഗാർഡനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് ഇപ്പൊ പെടുന്നത്. ലാൻഡ്സ്കേപ്പിംഗ് കല്ലും അതുപോലെ ആ ലാൻഡ് ക്ലിയർ ആയതിനു ശേഷം പുല്ല്, അതിനുശേഷം വരുന്നത് ചെടികളാണ്. ഗാർഡനിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലാണ് പറയാം. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ അത് ചെയ്തു കൊടുക്കാൻ പറ്റുക? 2 രീതിയിലുണ്ട്. ചിലപ്പോൾ കസ്റ്റമർക്ക് ചെടികളെ കുറിച്ച് വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു വീടിന്റെ മുറ്റം കാണുമ്പോൾ എവിടേക്കാണ് അതിന്റെ ചെടികൾ വരേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ചെടികൾ എന്നുള്ളത് ആദ്യം പരിചയപ്പെടുത്തും. ഒന്നില്ലെങ്കിൽ ടോട്ടൽ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ കസ്റ്റമർ ഇപ്പൊ ഒരുപാട് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കോസ്റ്റ് കട്ട് ചെയ്യാന്നായിരിക്കും അവർ വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് പർച്ചേസ് ചെയ്യാം. നമ്മളത് അവർക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തെല്ലാം പ്ലേസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ്. ഇടയ്ക്ക് ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ വരുത്തിക്കോട്ടെ. നമ്മൾ ഇതിന്റെ റേറ്റ് പറഞ്ഞല്ലോ, ഈ പുല്ല് വെച്ചിട്ടുള്ള റേറ്റ് ആണോ നമ്മൾ പറഞ്ഞത്? അതെ, ഇൻക്ലൂഡിംഗ് ഗ്രാസിന്റെ റേറ്റ് ആണ് പറഞ്ഞത്. സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് പറഞ്ഞത്. ഗ്രാസ് ഒഴിവായ നമുക്ക് കുറച്ച് റേറ്റ് വേരിയേഷൻ വരും, കുറയും. പക്ഷെ 2 രീതിയിലുണ്ട്. ഇപ്പൊ ഈ കല്ലിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് അറേഞ്ച് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും കല്ല് കുറച്ച് അടുത്ത് വന്നേക്കാണ്. ഇതിന്റെ ഗ്യാപ്പിൽ പുല്ല് മാത്രമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ റേറ്റ് എപ്പോഴും കുറവായിരിക്കും. കല്ല് അടുത്തേക്ക് വരുന്തോറും റേറ്റ് കൂടും. അതെ, അങ്ങനെയാണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിക്നെസ് അനുസരിച്ച് ഏതൊക്കെ സൈസിൽ വേണം നമുക്ക് കൊടുക്കാൻ പറ്റും.
ഏതൊക്കെ ഡിസൈനിൽ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ കണ്ടിരിക്കുന്ന ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. ഈ സ്റ്റോണിൽ തന്നെ പലതുണ്ടല്ലോ. അതെ. അപ്പൊ ഏതൊക്കെ സ്റ്റോൺ നമ്മൾ ചെയ്യുന്നുണ്ട്? നമ്മൾ സ്റ്റോൺസിൽ നാച്ചുറൽ സ്റ്റോൺസിൽ ബാംഗ്ലൂർ സ്റ്റോൺ, പിന്നെ കടപ്പ സ്റ്റോൺ, പിന്നെ താണ്ടൂര്, ഇതാണ് സ്റ്റോൺസിൽ പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ നമ്മൾ പേവർ ടൈൽസ് ചെയ്യുന്നുണ്ട്. ഗ്രാസ് പേവർ ചെയ്യുന്നുണ്ട്, നോർമൽ പേവർ ഉണ്ട്, പിന്നെ കോബിൾ പേവർ ഉണ്ട്. കോബിൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ സൈഡിൽ തന്നെ ആ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഭാഗം കണ്ടോ, അവിടെയൊക്കെ നമ്മൾ കോബിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടലി ഇതിന്റെ ഒരു സ്റ്റോൺ മാത്രം വരുമ്പോൾ ഒരു ഫീൽ അല്ല, ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് ആ ഏരിയ അപ്പുറത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ കട്ട് വരുത്തിയിട്ടുണ്ട്. അതെ, അതിന്റെ ഒരു ഭംഗി കൂട്ടും. ഇപ്പൊ ഫുൾ ആയിട്ട് സ്റ്റോൺ കിടക്കുന്നതിനേക്കാൾ ബെറ്റർ. ഇപ്പൊ ആ സ്ലോപ്പ് ഏരിയ വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ കണ്ടില്ലേ കാഴ്ച. എനിക്ക് തോന്നുന്നു ഈ കോബിൾ ചെയ്യുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഒരു ബാംഗ്ലൂർ സ്റ്റോണിനേക്കാളും റേറ്റിൽ വ്യത്യാസം വന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ റേറ്റ് കൂടും, കുറയും. അതായത് കോബിൾ നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടും. അതെ, ഇത് പേവർ ആണ് കോബിൾ ചെയ്യുന്നതെങ്കിൽ ഇത് പേവർ കോബിൾ ആണ് ചെയ്തേക്കണത്. അതെ, നാച്ചുറൽ കോബിൾ അല്ല ചെയ്തേക്കണത്. മനസ്സിലായി. ഇതിന്റെ ഒരു സെപ്പറേഷൻ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് നാച്ചുറൽ കോബിളും ഉണ്ട്. നാച്ചുറൽ സ്റ്റോൺസിൽ വരുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത്, ഇവിടെ ഇത് മാച്ചിങ് ഇതായിട്ട് നമുക്ക് തോന്നിയതുകൊണ്ടാണ് ഈ ഡിസൈൻ എടുത്തിരിക്കുന്നത്. അപ്പൊ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ശരിക്കും പറഞ്ഞാല് പേവിംഗ് ടൈൽസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ്. പ്രൊമോഷൻ ഒന്നുമില്ല, എല്ലാം ചെയ്യുന്നല്ലേ. ഇത് ഗ്രീൻ ഗ്ലോബൽ എന്ന് പറയുന്നത് എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കസ്റ്റമർ വിളിച്ചിട്ട് ഇപ്പൊ നമ്മളോട് പേവർ ടൈല് മതി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്യാൻ പറ്റില്ലല്ലോ. സജഷൻസ് നമ്മൾ കൊടുക്കും, പക്ഷെ ഫൈനൽ ഡിസിഷൻ എപ്പോഴും കസ്റ്റമർ തീരുമാനമാണ്. ഇതാണ് ഞാൻ എടുത്തു പറയാൻ കാര്യം. സാധാരണ ഈ നാച്ചുറൽ സ്റ്റോൺ ചെയ്യുന്ന ആൾക്കാർ പേവിംഗ് സ്റ്റോണിൽ വർക്ക് ചെയ്യില്ല. പല ആൾക്കാരും, ഞാൻ അന്വേഷിച്ചിട്ടുള്ള പല ആൾക്കാരും ചെയ്യില്ല. അതും ഇവർ ചെയ്തു തരുന്നതാണ്. അതായത് നമ്മുടെ ഡിസൈൻ അനുസരിച്ച്, ഡിസൈൻ കട്ട് അനുസരിച്ച് അതിന്റെ ആ ഒരു ആർക്കിടെക്ചറൽ, ശരിക്കും പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗ് ഒരു ആർക്കിടെക്ചറലാണ്, സെപ്പറേറ്റ് ലാൻഡ്സ്കേപ്പിംഗ്. ആ ആർക്കിടെക്ചറൽ ഡിസൈൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ തന്നെ. യെസ്. ഇനി എടുത്തു ചോദിക്കാനായിട്ടുള്ള നമ്മുടെ ഇതിനെ കുറിച്ചിട്ടാണ്, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസിനെ കുറിച്ചാണ്. പല ആൾക്കാർ ആർട്ടിഫിഷ്യൽ ഗ്രാസിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളുണ്ട്. എന്താണ് നിങ്ങളുടെ ആ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് നമുക്ക് വിപിനല്ലേ സംസാരിക്കാം. അത് നമ്മുടെ പാർട്ണറാണ് വിപിൻ, അദ്ദേഹം പറഞ്ഞുതരും. വിപിനുമായിട്ട് നമുക്ക് നിൽക്കാം. ആർട്ടിഫിഷ്യൽ ഗ്രാസ്, അതിനെ കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന വിപിൻ ബ്രോ, നമസ്കാരം. നമസ്കാരം. മറ്റൊരു മാനേജിംഗ് പാർട്ണറാണ് അല്ലേ? നമുക്ക് പോയിന്റിലേക്ക് വരാം. ഇതിനിടയ്ക്ക് നമ്മൾ കുറച്ചൊന്ന് സംസാരിച്ച് പോയിരുന്നു ആർട്ടിഫിഷ്യൽ ഗ്രാസിനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഒരുപാട് അറിയാൻ താല്പര്യമുള്ള, എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് അവരുടെ അവസ്ഥ കൊണ്ട് ചെയ്യുന്ന, ഇപ്പൊ പ്രവാസികളാരും തന്നെ മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് നാച്ചുറൽ ഗ്രാസിലോട്ട് പോകാറില്ല, ആർട്ടിഫിഷ്യൽ ഗ്രാസ്. പിന്നെ ചില ആൾക്കാർക്ക് അത് താല്പര്യമുണ്ട്, താല്പര്യമില്ലാത്ത ആൾക്കാരും ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് പറഞ്ഞേട്ടാ. നമുക്ക് വരുന്ന ഗ്രാസ് എന്ന് പറഞ്ഞാല് ഇന്ത്യൻ മെയ്ഡ് ഗ്രാസ് വരുന്നുണ്ട്, വിയറ്റ്നാം മെയ്ഡ് ഗ്രാസ് വരുന്നുണ്ട്. നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന വിയറ്റ്നാം മെയ്ഡ് ഗ്രാസ് ആണ്. ഏറ്റവും ക്വാളിറ്റി ഉള്ള ഗ്രാസ്, ക്വാളിറ്റി വിയറ്റ്നാം ആണ് ഗ്രാസ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് ഗ്രീൻ ഡെൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഗ്രാസ് ആണ് ചെയ്യുന്നത്. ഞാൻ ഗ്രാസ് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഗ്രീൻ ഡെൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഗ്രാസ് വരുന്നത്. ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് UV പ്രൊട്ടക്റ്റഡ് ഗ്രാസ് ആണ് വരുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ഗ്രാസിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ തന്നെ ഇതിന്റെ ഡിറ്റെക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതില് സ്റ്റിച്ചിങ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഗ്രാസിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് ആണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. 10 സെന്റിമീറ്ററിൽ നമ്മൾ ഏകദേശം ഒരു 14-15 റേഞ്ചിലൊക്കെയാണ് നമ്മൾ സ്റ്റിച്ചിങ് നോർമൽ ഗ്രാസുകൾക്ക് വരുന്നത്. ഇത് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് വെച്ചാൽ 18 സ്റ്റിച്ചിങ്ങിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതെ, ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. അതാണോ നമ്മുടെ ഡെൻസിറ്റി കൂടാൻ കാരണം അതുകൊണ്ടാണ്. അതാണ് നമ്മുടെ ഗ്രാസിന്റെ ക്വാളിറ്റി ഹൈ ആയി നിൽക്കുന്നത് അതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാല് ഡെൻസിറ്റി കൂടിയ ഗ്രാസും ഡെൻസിറ്റി കുറഞ്ഞ ഗ്രാസും. നമ്മുടെ ഇവിടെ തന്നെ ക്വാളിറ്റി കുറഞ്ഞത്, ക്വാളിറ്റി കൂടിയത്, അതില് റേറ്റില് ശരിക്കും വ്യത്യാസം അങ്ങനെ തന്നെ. അതിൽ നമുക്ക് ഇവിടെ ഒരു ഗ്രാസ് കൂടി ഇരിപ്പുണ്ട്, നമുക്ക് അതുകൂടെ എടുത്ത് കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും. ഇതിന്റെ വെയിറ്റും ഒന്ന് പിടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോ എനിക്ക് ഇതിനകത്ത് വെയ് ചെയ്ത് കാണിച്ചു തരാൻ നിർവാഹമില്ല, പക്ഷെ എങ്കിൽ പോലും പിടിച്ചു നോക്കുമ്പോഴത്തേക്കും ഇതിന് സ്വതവേ വെയിറ്റ് കുറവാണ്. പിന്നെ അത് കൂടാതെ ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് ചിലത് നമ്മൾ വലിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പൊളിഞ്ഞൊക്കെ പോലെ ഇത് കിട്ടുന്ന ടൈപ്പിലാണ്, വെളിയിലോട്ട് പോരുന്നതാണ്. കുറേയേറെ പൊളിഞ്ഞിറങ്ങിയിരിക്കുകയാണ് അല്ലേ? ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ നോക്കുന്നത് നിങ്ങൾക്ക് ഇതിന് ഇത് അടി കാണാൻ പറ്റും, ബ്ലാക്ക് ഇത് കാണാൻ പറ്റുന്ന ടൈപ്പിലാണ്. കണ്ടില്ലേ? ഇത് നമ്മുടെ ഇത് നല്ല തിക്കാണ്, കണ്ടില്ലേ? ഇതിന്റെ അടിയിലോട്ട് നമുക്ക് വ്യൂ ഉണ്ടാവില്ല, തിക്നെസ് കൂടുതലായിരിക്കും ഇത്. ഓക്കെ, ശരിക്കും പറഞ്ഞാല് ഇതിന്റെ സ്പെസിഫിക്കേഷൻ എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളത് കാണുമ്പോഴത്തേക്കും അതിന്റെ ഹൈറ്റ്, അതുപോലെ ഗേജ്, സ്റ്റിച്ച് റേറ്റ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. അതിനനുസരിച്ച്
ഇതാ കളർ 3 ടോൺ എന്ന് പറയുന്ന കാര്യമാണ്. ഇത് 3 കളർ ഇതിലാ വരുന്നത്. ഇത്തിരി ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ലൈറ്റ് ഗ്രീൻ ഉണ്ട്, പിന്നെ അതിന്റെ അകത്തൊരു ഇതിൽ കളർ വേരിയേഷൻസ് ഒരുപാടുണ്ടോ? ഇല്ല, നമുക്ക് ഏകദേശം ഈ ഒരു ഇതിലാണ് വരുന്നത്. ഡാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആൾക്കാർക്ക് ഇഷ്ടം വരുന്നത് ഈ ഒരു ടൈപ്പ് ഗ്രാസ് ആണ് ഏറ്റവും കൂടുതൽ. അതായത് നാച്ചുറൽ ആയിട്ട് തോന്നിക്കുന്ന ഗ്രാസ് കളർ. യെസ്, അതിൽ തന്നെ ഇവിടെ ഡെൻസിറ്റി എഴുതിയിട്ടുണ്ട്. 8900 എന്ന ഡെൻസിറ്റി കൊടുത്തിരിക്കുന്നു. 18000 അത്രയാണ് നമുക്ക് ഡെൻസിറ്റി വരുന്നത്. എല്ലാം ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊരു ബ്രാൻഡഡ് ഫോമാണ്, രജിസ്റ്റേർഡ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. അതുകൊണ്ടാണ് ഇത് ഡീൽ ചെയ്യുന്നത് എടുത്ത് പറയാനായിട്ടുള്ള ഒരു റീസൺ. ഇപ്പോ നമ്മൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞാല് ഒരു ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഔട്ട് ആൻഡ് ഔട്ട് പ്രൊഡക്റ്റുകളും അതിന്റെ സർവീസും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ആൾക്കാർക്ക് തോന്നാവുന്ന ഒരു സംശയം ചോദിക്കാം. അങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ റേറ്റ് കുറച്ചു കൊടുക്കാനായിട്ടുള്ള സാഹചര്യം എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒറ്റ ചോദ്യം അതാണ്. അതിന്റെ കാരണം പറയാം. തിക്നെസ് ഒക്കെ ഇതിനകത്ത്, ക്വാളിറ്റി ഒക്കെ ഇതിനകത്ത് ഡിപ്പെൻഡ് ചെയ്ത് വരുന്നോണ്ടാണ്. എങ്ങനെ നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും? അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കട്ടിങ് യൂണിറ്റ് ആണ് നമുക്ക് ബാംഗ്ലൂരുള്ളത്. ഓക്കെ. അപ്പൊ അവിടെ 7 ഫാക്ടറി നമുക്കുണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്ന ഐറ്റം ആയതുകൊണ്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്തേക്കാവുന്ന സമയത്ത് വന്നേക്കാവുന്ന എമൗണ്ട് നമുക്ക് അവിടെ കുറയും. അത് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. അത് ഒന്നാമത്തെ പരിപാടി. രണ്ടാമത്തത് ബാംഗ്ലൂരിന് ഇങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ. നമുക്കറിയാം വളരെ കോസ്റ്റ് കൂടിയ പരിപാടിയാണ്. നമ്മുടെ സ്വന്തം ട്രാൻസ്പോർട്ട് തന്നെയാണ്. ഫ്രണ്ട്സ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന വണ്ടികൾ നമ്മുടെയാണ്. അപ്പൊ അതിൽ വരുമ്പോൾ നമുക്ക് അവിടെയും ഒരു എമൗണ്ട് കുറഞ്ഞു കിട്ടും. അപ്പൊ ഈ 2 പോയിന്റിൽ കുറയുമ്പോൾ തന്നെ വേറെ ആളുകൾ ചെയ്യുന്നതിനേക്കാളും എമൗണ്ട് നമുക്ക് ഒരുപാട് റേറ്റിൽ കുറയ്ക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വിപിൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗ്രാസ് തന്നെയാണ്, അതിന്റെ ഡീലേഴ്സ് നമ്മളാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു 3 കണ്ടെയ്നറോളം ഒരുമിച്ചാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടിയേക്കാവുന്ന എമൗണ്ടുള്ള കുറവുകളെല്ലാം നമ്മൾ ടോട്ടൽ റേറ്റിൽ നിന്ന് കസ്റ്റമർക്ക് കുറച്ച് കൊടുക്കും. ഈ 3 കാര്യം ആടാകുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഈസി ആയിട്ട് റേറ്റ് കുറയ്ക്കാൻ പറ്റും. അതാണ് അതിന്റെ പ്രധാന പോയിന്റ്. ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മൾക്കൊരു ഇത് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ഇടയ്ക്ക് പറഞ്ഞതുപോലെയാണ് നാച്ചുറൽ സ്റ്റോൺ, അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ പോവേഴ്സ്, കൂടാതെ ആർട്ടിഫിഷ്യൽ ഗ്രാസ്, നാച്ചുറൽ ഗ്രാസ്, കൂടാതെ ചെടികള്, ഒരു ലാൻഡ്സ്കേപ്പിംഗ് വിത്ത് ഗാർഡനിങ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഗ്രീൻ ഗ്ലോബൽ എന്ന് പറയുന്ന പ്രസ്ഥാനം. എവിടെയൊക്കെ കേരളത്തില് എവിടെയൊക്കെ സർവീസ് നമ്മൾ പറഞ്ഞു, ഓഫീസ് എവിടെയൊക്കെ വേറെ നമ്മുടെ കാലടിയിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഗ്രീൻ ഗ്ലോബലിന്റെ ഹെഡ് ഓഫീസായിട്ട് വരുന്നത് കാലടിയിലാണ്. പിന്നെ കാലടി പെരുമ്പാവൂർ റൂട്ടിലാണ് നമ്മുടെ സ്റ്റോൺസിന്റെ സെക്ഷൻ എല്ലാം. എലഗന്റ് എന്ന് പറയുന്ന അതിന്റെ സ്റ്റോണിന്റെ സെക്ഷൻ അത് നമ്മൾ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇതിനെ നമ്മൾ ഗ്രീൻ ഗ്ലോബൽ എന്ന് പറയുന്ന അതിന്റെ താഴെ 2-3 സെക്ഷൻ ആയിട്ട് നമ്മൾ ഇതിന് തിരിച്ചിട്ടുണ്ട്. സ്റ്റോണിന്റെ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എലഗന്റ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു പാർട്ടാണ്, നമ്മുടെ തന്നെയാണ്. പിന്നെ അതിന്റെ പേവർ ടൈൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതെല്ലാം തിരിച്ച് വെച്ചിരിക്കുന്നത് ചിലപ്പോൾ കസ്റ്റമറുടെ റിക്വയർമെന്റ് വരുന്നത് സ്റ്റോൺ മാത്രമായിരിക്കും. അപ്പൊ നേരെ അവിടെ അവര് അതെ. പിന്നെ വരുന്നത് എല്ലാം കൂടി ആയിരിക്കും. അപ്പൊ നമ്മള് ഗ്രീൻ ഗ്ലോബലിന്റെ കീഴായിരിക്കും അതെല്ലാം കൊണ്ടുവരുന്നത്. പിന്നെ തൃശ്ശൂർ നമുക്ക് ഒരു ഷോപ്പ് വരുന്നുണ്ട്, മൂവാറ്റുപുഴ വരുന്നുണ്ട്, ചാലക്കുടി ഉണ്ട്. അപ്പൊ അവിടെയെല്ലാം നമ്മൾ ഔട്ട്ലെറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സർവീസ് ഇത്രയും സ്ഥലങ്ങളിൽ കൊടുക്കാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ആക്സസിബിലിറ്റി ഉള്ള സ്ഥലത്ത് കൃത്യമായിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു. അത് കുറച്ച് മുന്നേ പറഞ്ഞ പോലെ സ്റ്റോൺ മാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ, അത് നമുക്ക് ഗ്രാസിന്റെ ഉൾപ്പെടെയുള്ളതാണ്, അങ്ങനെ ഗാർഡനിങ് ഉൾപ്പെടെയുള്ള എങ്ങനെയും നമുക്ക് ചെയ്യാം. ഊട്ടിയും കുറച്ചു. അത് ഞാൻ പറഞ്ഞില്ലേ, വരുന്ന കസ്റ്റമേഴ്സിന് ചിലപ്പോൾ എല്ലാവർക്കും വലിയ വീട് വെക്കാന്നോ അല്ലെങ്കിൽ വലിയ കപ്പാസിറ്റി ഉള്ള ആൾക്കാരായിരിക്കില്ല. ഇപ്പൊ ചെറിയൊരു വീടാണ്, ചെറിയൊരു മുറ്റമുള്ളൂ എങ്കിൽ കൂടി നമ്മളെ ധൈര്യമായിട്ട് സമീപിക്കാം. പേവർ ടൈൽ മാത്രമേ ഞങ്ങൾക്ക് ഇത്ര ഏരിയ ഉള്ളൂ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. അപ്പൊ നമുക്ക് എല്ലാവരിലേക്കും എത്താൻ പറ്റും. അപ്പൊ നമ്മളൊരു വിഭാഗം ആളുകൾ മാത്രം കോൺസെൻട്രേറ്റ് അല്ല ബിസിനസ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ സർവീസ് എല്ലായിടത്തേക്കും എത്തുന്നു എന്ന് ഉറപ്പാക്കണം. അത് തന്നെയാണ് ഇതിന്റെ റീസൺ. കാര്യം ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 101% സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒന്നാണ്. കാര്യം നാച്ചുറലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഡാമേജുകൾ സംഭവിക്കാം. നാളെ നിങ്ങളെ വിളിക്കാം, നിങ്ങൾക്ക് അവിടെ എത്തണം, അത് രണ്ടാമത് ചെയ്ത് കൊടുക്കേണ്ടി വന്നേക്കാം. ഇതൊക്കെ നമ്മുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും സർവീസിനെ കുറിച്ച് എടുത്ത് ചോദിച്ചത്. ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെയുള്ള അവർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇട്ടേക്കാം. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഒരു വീട് ചെയ്യുന്ന ആൾക്കാർക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട, അതായത് നമ്മൾ ഒരു അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത് ഇൻഷർട്ടൊക്കെ ചെയ്ത് ഒരു എക്സിക്യൂട്ടീവിലേക്ക് വന്നിട്ട് അവസാനം ചെരുപ്പ് മാത്രം ചപ്പല് മാത്രം ഇട്ട് നിൽക്കുന്ന 4 ജോബ് എന്ന് പറഞ്ഞതുപോലെയാണ് ലാൻഡ്സ്കേപ്പിംഗ്. ഞാൻ അങ്ങനെയാണ് അതിനെ വിചാരിച്ചത്. കാര്യം എൻ്റെ വീട് ലാൻഡ്സ്കേപ്പ് ചെയ്ത സമയത്ത് ഇത് ഓരോ ഭാഗം ചെയ്തു വരുമ്പോഴത്തേക്കാണ് എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഐഡിയാസ് കിട്ടുക. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്കാണ് അത് ഡിസൈൻ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു വലിയ മെച്ചമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അങ്ങനെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് സർവീസ് ഓറിയന്റഡ് ആയിട്ട് ചെയ്തു തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇതിന് മുൻപ് പറഞ്ഞു കഴിഞ്ഞു. ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ചെരുപ്പിട്ട് നിൽക്കുന്നതല്ല, എപ്പോഴും ഈ ഒരു ഡ്രസ്സിന് അതിന് ഷൂസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയായിരിക്കും. വീടിൻ്റെയും ചപ്പല് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഏത് ലാൻഡ്സ്കേപ്പിംഗ്. അപ്പോൾ
ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ. അതൊരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.